ഹായ്, അപ്പോൾ വെളുത്ത കളർ കൊണ്ട് വിഷമിക്കുന്നവരാണ് നിങ്ങൾക്ക് കറുത്ത് പാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാധനം ഉള്ളം കയ്യിൽ തേച്ചിട്ട് പാലക്കാടൻ വെയിലിൽ 12 മണിക്ക് പാടത്തിന്റെ നടുക്ക് നിന്നാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ വെളുക്കാന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് സ്ക്രീൻ ആർട്ടിസ്റ്റുകൾ മുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വരെ, ഈവൻ എനിക്ക് തന്നെ കുറെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ கோடி ரூபா கொடுத்தாலும் சில விஷயங்களை நான் செய்ய மாட்டேன். அதுல முதல் விஷயம் இது, എടുത്ത് പോടാ. ഇതിലെന്താണ് ഇപ്പൊ പ്രശ്നം? സ്കിൻ കെയർ എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ? ശരിയാണ്, സ്കിൻ കെയർ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ വെളുത്ത കളറിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് സൊസൈറ്റിയിൽ അവരുടെ കോൺഫിഡൻസ് ഇടിയാനും ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ഇപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾക്ക് എല്ലാവർക്കും ആനയുടെ കളർ അറിയാം. ആന കറുപ്പാണ്. പക്ഷെ നമ്മൾ ദൈവമായിട്ടുള്ള ഗണപതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു വെളുത്ത രൂപമായിട്ടാണ്. ആന കറുപ്പാണെന്ന് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ പോലും നമ്മൾ കൈയെടുത്ത് തൊഴണമെങ്കിൽ ആ ദൈവം വെളുപ്പായിരിക്കണം. ഇതൊരു ഐക്കോണായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കറുത്തിട്ടുള്ള പെൺദൈവം കാളിയായിട്ടും വെളുത്തിട്ടുള്ള പെൺദൈവം മഹാലക്ഷ്മിയായിട്ടുമാണ് നമ്മൾക്ക് കണ്ട് ശീലിച്ചത്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞുകൊണ്ടൊന്നും മാറൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരിലെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മൾക്ക് ആദ്യം ഒരു നിലപാട് വേണം. ഏതൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കമ്പനിക്കാരനും നമ്മുടെ ലൈഫിൽ കടന്നു കയറി വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇടം നമ്മൾ കൊടുക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾക്കൊരു ബോധം വേണം. 7 ദിവസം കൊണ്ട് കളർ വരാൻ ഉപയോഗിക്കുന്ന ഏതൊരു ക്രീമും സോപ്പും ഹെൽത്തി അല്ല. നമ്മൾ ഒരു കമ്പനിക്കാരന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി അത് കീപ്പ് ചെയ്യുന്നേക്കാളും ഈ സ്റ്റാൻഡേർഡ് ഉടയ്ക്കുക. നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനാണ്, അല്ലാതെ വെളുത്ത കളറിനല്ല, വെളുപ്പിനല്ല എന്നുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്കിൻ ഹെൽത്തി ആവാനുള്ള പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൂടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.